നിങ്ങളുടെ നിലവിലുള്ള സ്പീക്കറിന്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കുഞ്ഞ മൊഡ്യൂളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. TD-A7297 എന്നാണ് ഇതിന്റെ മോഡൽ നെയിം. ഇതൊരു ഡ്യുവൽ ചാനൽ ഓഡിയോ ആംപ്ലിഫയർ ആയാണ് ഉപയോഗിക്കുന്നത്. അതായത് ലെഫ്റ്റും റൈറ്റുമായി രണ്ട് സ്പീക്കറുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇത് ഉപയോഗിച്ച് 2x15 വാട്ട്സ് വരെ ഔട്ട്പുട്ട് ലഭിക്കും. 12 വോൾട്ട് പവർ സപ്ലൈ ആയതുകൊണ്ട് തന്നെ മികച്ച ശബ്ദ ഗുണനിലവാരവും നൽകുന്നുണ്ട്. നോയിസും ഡിസ്റ്റോർഷനും കുറവായതുകൊണ്ട് നല്ല സൗണ്ട് ക്വാളിറ്റി ലഭിക്കുന്നു. ഈ മൊഡ്യൂളിൽ കാണുന്ന അലുമിനിയം ഹീറ്റ് സിങ്ക് ഐസിയുടെ ചൂട് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇതിന്റെ മുന്നിൽ കാണുന്ന നോബ് ഉപയോഗിച്ച് വോളിയം ഡയറക്റ്റ് ആയി തന്നെ നിയന്ത്രിക്കാനും സാധിക്കും. ഇതിൽ വരുന്നത് രണ്ട് സ്പീക്കർ ഔട്ട്പുട്ട്സ് ആണ്, ലെഫ്റ്റും റൈറ്റും. നമുക്ക് ഇതിന്റെ കണക്ഷൻസ് കൊടുക്കാം. ലെഫ്റ്റ് സ്പീക്കറിന്റെ കണക്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റിലെയും കൊടുക്കാം. ഈ ഒരു മൊഡ്യൂളിന്റെ പ്രത്യേകത മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഹൈ എഫിഷ്യൻസി, ലോ ഹീറ്റ്, പിന്നെ ഹീറ്റ് സിങ്ക് വരുന്നുണ്ട്. സൗണ്ട് ഡിസ്റ്റോർഷൻ കുറവാണ്. പ്രധാനമായും ഇതിൽ ഡീസന്റ് ആയിട്ടുള്ള ബാസ് ട്രബിൾ ക്വാളിറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് ചെറിയ പ്രൊജക്റ്റുകൾക്കും മീഡിയം പവറിൽ വരുന്ന സ്പീക്കറുകൾക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണിത്. പവർ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു ജാക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലൂടെയാണ് 12 വോൾട്ടിന്റെ പവർ സപ്ലൈ കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി പവർ സപ്ലൈ കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഞങ്ങൾ ഇവിടെ ഒരു AC അഡാപ്റ്റർ വെച്ചിട്ടാണ് 12 വോൾട്ടിന്റെ സപ്ലൈ കൊടുക്കുന്നത്. നമുക്കിത് ജാക്ക് വഴി കണക്ട് ചെയ്ത് കൊടുക്കാം. പവർ സപ്ലൈ വന്നപ്പോഴേക്കും ബോർഡിൽ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓക്സ് കേബിൾ വഴി ഇൻപുട്ട് കൊടുക്കണം. അപ്പൊ ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഓക്സ് കേബിളോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മൊബൈൽ ഫോണിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സൗണ്ട് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു മൊഡ്യൂൾ കണക്ട് ചെയ്യുമ്പോൾ വരുന്നത്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്